beauties, assalamu alaikum. It's my lovely Aishu. And in Monamate Nombana Moonandiana. I don't know how to say it, but okay. മുമ്പിൻ്റെ പർച്ചേസിങ് വ്ളോഗ് ഒക്കെ എടുക്കണോ, പിന്നെ സ്റ്റാർട്ടിങ് ടു ഇൻഷാല്ല 30 നവംബർ ഞാൻ വ്ളോഗ് എടുക്കണം, എല്ലാം നിങ്ങൾക്ക് ഷെയർ ആക്കണം പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ബട്ട് ഇപ്പം ഞാൻ സെപ്പറേറ്റ് വീടാക്കിയിട്ടുണ്ട്. സോ ഒറ്റക്കായതുകൊണ്ട് എല്ലാം പ്രിപ്പറേഷനും അതും ഇതും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ടും പ്ലാനിൻ്റെ ഫ്ലോപ്പായി. ഞാൻ പർച്ചേസ് ആക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ സ്റ്റാർട്ടിങ് ടു നോമ്പിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ബട്ട് എനിക്ക് ഇതും അറിയുന്നില്ല. ഇപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇനി കണ്ടിന്യൂസ് ഡെയിലി വ്ളോഗ്സ് ഇടോ ഇല്ലേ എനിക്ക് ഉറപ്പില്ല. എൻ്റെ ഡിപ്പെൻഡ്സ് ഓൺ മൈ മൂഡ്. സോ ഇൻഷാല്ല നോക്കാം. ബട്ട് ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്തെല്ലാം ഫുഡ് ഉണ്ടാക്കുന്നു, എന്തെല്ലാം ആക്കുന്നു, അതെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ആക്കുന്നു. ഓക്കെ, ഐ ഹോപ്പ് ഡെയിലി വ്ളോഗ് ഇടാൻ വിചാരിക്കുന്നു ഇൻഷാല്ല. അല്ല, ഇടണമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ഇറ്റ്. ഓക്കെ, പിന്നെ 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 ഞാൻ വീടെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിസിബിളായിട്ടുള്ള എൻ്റെ കിച്ചണാണ്. ഫസ്റ്റ് കിച്ചൺ ക്ലീൻ ആക്കണം. ഇന്നലെ അത്താഴത്തിന് പാത്രം കഴിച്ചത് ഇന്നലെ അത്താഴത്തിന് കഴിച്ചതും ഇന്ന് അത്താഴത്തിന് കഴിച്ചത് ഫുഡ് കഴിച്ച പാത്രം ഉണ്ടായിന്, അത് വാഷ് ആക്കാനുണ്ട് കുറച്ച്. പിന്നെ കുറച്ച് അപ്പുറം കിച്ചൺ മസ്റ്റപ്പായിട്ടുണ്ട്, അതൊന്ന് ക്ലീൻ ആക്കണം. എന്നിട്ട് ഇഫ്താറിന് നോമ്പ് തുറക്കുന്നതിന് വ്ളോഗ് എടുത്തിട്ട് കുറേ ഡേയ്സ് ആയി ഗൈസ്. സോ ബാനുണ്ട്, പ്ലീസ് അഡ്ജസ്റ്റ് ആക്കണം. പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്നതിന് ഇഫ്താറിനും ഫുഡ് ഉണ്ടാക്കണം. ഇനിയിപ്പോൾ കുറേ സംസാരിക്കണ്ട, അവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. പെരുകു Pegu, see you soon later. Okay, tada. So guys, you can see ഞാൻ വീടെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഇൻഷാല്ല ഹോം ടൂർ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, ആൻഡ് വെൽക്കം ടു മൈ മാസ്റ്റർ കിച്ചൺ. കുറച്ചല്ല, ഓൾമോസ്റ്റ് മെസ്ഡ് ആയിട്ടുണ്ട്. ഇൻഷാല്ല ഇതിപ്പോൾ പെട്ടെന്ന് ക്ലീൻ ആക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ നല്ല ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ഗൈസ്. സോ ഗൈസ്, അൽഹംദുലില്ലാ എൻ്റെ കിച്ചൺ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞ് പാത്രമെല്ലാം വാഷ് ആക്കിയിട്ട് വെച്ച് ഞങ്ങൾക്ക് കിച്ചൺ കാണിക്കാം. പിന്നെ അസർ ബാങ്ക് കൊടുത്തു ഗൈസ്. സോ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് അസർ നിസ്കരിച്ചിട്ട് പിന്നെ വരുന്ന കിച്ചണിക്ക്, ബിക്കോസ് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഞാനിന്ന് ചിക്കൻ റോൾ ഉണ്ടാക്കും. സോ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ബട്ട് ചിക്കൻ നല്ല ഫ്രീസ് ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതവിടെ സെറ്റാവുന്നവരെ ഞാൻ ടൈം വേസ്റ്റ് ആക്കണ്ട, പോയി ഫ്രഷ് ആയിട്ട് നിസ്കരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു.
സോ ഞാൻ പെറ്റനെ പോയിട്ട് ഫ്രഷ് ആയിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ കിച്ചണിക്ക് വരുന്നത്. അപ്പം നമുക്ക് കാണാം. അതിൻ്റെ മുമ്പ് ഞാൻ എനിക്ക് എൻ്റെ കിച്ചൺ കാണിച്ചു തരാം. ഓക്കെ. സോ ഇതിവിടെ സെറ്റായിട്ട് അതുവരെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. ഹലോ. അങ്ങനെ ഞാൻ നിസ്കരിച്ചിട്ട് നേരെ കിച്ചണിക്ക് വന്നിട്ട് ക്യാമറ ഒന്നും ഓണാക്കിയിട്ടില്ല. ഇപ്പോഴാണ് ക്യാമറ ഓണാക്കുന്നത്. ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ബിക്കോസ് പെട്ടെന്നെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ബിസിലുണ്ടായിന്. ബിക്കോസ് ടൈമില്ല ഗൈസ്. സോ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായ ചിക്കൻ ഇവിടെ ക്യൂബ്സ് ചെറിയ ക്യൂബ്സാക്കി കട്ടാക്കി, പിന്നെ ഹാഫ് ക്യാരറ്റ് കട്ടാക്കി, പിന്നെ ഹാഫ് ക്യാപ്സിക്കം കട്ടാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആക്കിയിട്ട് ഇപ്പം ഞാൻ വീഡിയോ ഓണാക്കിയത്. ഇന്ന് ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പോകുന്നു. എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ട്രൈ ആക്കണമെങ്കിൽ നിങ്ങളും ട്രൈ ആക്കണം. ട്രൈ ആക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ പറയണം കമൻറ്റ് ബോക്സിൽ. എനിക്ക് അറിയിക്കണം. ഓക്കെ. എന്തോ ബാക്കിൽ സൗണ്ട് കേട്ട് ആണ് ഞാൻ ജസ്റ്റ് തിരിഞ്ഞ് നോക്കിയത്. ഡോണ്ട് മൈൻഡ്, ഇഗ്നോർ ദാറ്റ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ടാക്കാം. ഓക്കെ. ഇവിടെ ഞാൻ ക്യാരറ്റ് ആൻഡ് ക്യാപ്സിക്കം റെഡി ആക്കിയിട്ടുണ്ട്, കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ സൈഡ് ചിക്കൻ. ഇനി നമുക്ക് കുറേ സ്പീച്ച് തുടങ്ങാതെ പെട്ടെന്ന് സ്റ്റാർട്ടാക്കാം. മസാല ഇടുന്ന ടൈമായി. ഇറ്റ് മീൻസ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ആൻഡ് ദെൻ മുളക് പൊടി. ആൻഡ് നെക്സ്റ്റ് ഞാനിവിടെ ഇടുന്നു ഒരു ഹാഫ് ടീസ്പൂൺ ചാറ്റ് മസാല. ചാറ്റ് മസാലത്തിൽ ഓൾറെഡി സോൾട്ട് ഉണ്ടാണ് ഓൾമോസ്റ്റ് ആൾക്കാർക്കറിയും. സോ സോൾട്ട് ഇടുമ്പോൾ കുറച്ച് ചേർത്തിക്കണം. ഓക്കെ. സോ എല്ലാ മസാല ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചിക്കൻ ഇടുന്ന ടൈം ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ലിഡ് ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഫ്ലെയിം ലോയിലാണുള്ളത്. സോ ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് ബോയിൽ ആവട്ടെ. അതുവരെ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ടായിരുന്നല്ലേ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ആക്കിയെടുത്ത് അതിലുണ്ടായ വാട്ടറെല്ലാം ഒബ്സർവ് ആയി. സോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കോൺഫ്ലവറിൻ്റെ തിക്ക് പേസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മോസറല്ല ചീസ് ക്യൂബ്സ് ആയിട്ട് കട്ടാക്കിയിട്ടുണ്ട്. ഇവിടെ റോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് റോളാക്കണം, എന്നിട്ട് ഫ്രൈ ആക്കണം, തിരക്കണം. സോ ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഞാൻ ഹെവി ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഗൈസ്. അതെല്ലാം പിന്നെ പറഞ്ഞു തരാം. ഞാനിവിടെ നേരത്തെ പോപ്പി സീഡ്സ് ഖസ്ഖസ് സോക്കാക്കി വെച്ചിട്ടുണ്ടായിന്. ഞാൻ ഒറ്റക്കായത് കൊണ്ട് ഞാൻ ഒരു റൂഅബ്സ ഷർബത്താക്കാൻ പോകുന്ന അത്ര വേറെ ഒന്നും ഞാൻ അതൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഫസ്റ്റ് നമുക്ക് ഇത് സെറ്റാക്കാം. ഓക്കെ. എൻ്റെ
റൂഹബ്സ ഷർബത്ത് റെഡിയാക്കുന്നുണ്ട് ഇവിടെ. ഇതിലേക്ക് ഞാൻ നേരത്തെ സോക്കാക്കിയ പോപ്പി സീഡ് കസ്കസ് ഇടുന്നു 1 ടീസ്പൂൺ. ബിക്കോസ് ഞാൻ റൂഹബ്സ കുറച്ച് അധികം എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഷുഗർ ആവശ്യമില്ല. ഹെൽത്തി ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാൻ ബോറാണ്. സോ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെന്ന് ഇന്നലെ വാങ്ങിച്ച മിൽക്ക് മിസ്റ്റിൻ്റെ യോഗട്ട് ഉണ്ട്, അതിലേക്ക് മിക്സ് ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാ എല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞു. എല്ലാം ഇവിടെ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാൻ കൊടുക്കുന്ന വെയിറ്റ് ആക്കുന്നുണ്ട്. പാൻ കൊടുത്ത് പിന്നെ നോമ്പ് തുറക്കണം. ഞാൻ ഇന്ന് ഫ്രൂട്ട്സ് കട്ടാക്കിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് വിത്ത് യോഗട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ റോളാക്കിയിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ്, പിന്നെ റൂഹബ്സ ഷർബത്ത്. ഞാൻ ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ ഓരോന്ന് ഫുഡിൻ്റെ വ്ളോഗോ അല്ലെങ്കിലും ഫുഡിൻ്റെ എന്തെങ്കിലും കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, കഴിക്കാൻ തോന്നുന്നു. പക്ഷേ ഇൻ റിയാലിറ്റി നോമ്പ് തോർന്നപ്പോൾ ഞാൻ കുറേ ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ തന്നെ സ്റ്റൊമക്ക് ഫുള്ളാവുന്നു. സോ വെറുതെ ഞാൻ അത് ഇത് കുറേ ഉണ്ടാക്കാൻ പോയിട്ട. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവരെങ്കിലും കഴിക്കുമെന്നൊരു ഇതുണ്ടാവും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല. ഇൻഷാ അല്ലാ നാളെ എൻ്റെ ബ്രദർ വരുന്നത്. നാളെയല്ല, ഇന്ന് മിഡ് നൈറ്റ് ആവും അവൻ എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ. അവൻ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായിട്ട് ഇൻഷാ അല്ലാ നാളെ തൊട്ട് കുറച്ചധികം എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുന്നു. ബിക്കോസ് ഓണ് കഴിക്കുമല്ലേ. എനിക്ക് എന്നെക്കുറിച്ച് നല്ലോണം പറയുന്നത്, ഞാൻ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഭയങ്കര ടയേർഡായി പോവും. ഐ ഹോപ്പ് ഇത്ര ഞാൻ കഴിക്കുന്നു. വെയിറ്റ് ആക്കാം, ബാങ്ക് കൊടുക്കട്ട് എൻ്റെ ഫുഡ് കഴിക്കണം. ഐ എം ഫുള്ളി ടയേർഡ് ഗൈസ്. കൊടുത്തു ഗൈസ്.
കഴിച്ചു. Nice. ഫസ്റ്റ് ടൈമാണ് ഗൈസ് യോഗ ഇട്ടിട്ട് ഞാൻ ഫ്രൂട്ട്സിനും. ലെറ്റ്സ് ട്രൈ എങ്ങനെയുണ്ട് നോക്കാം. നോട്ട് ബാഡ്. അൽഹംദുലില്ലാ സമാധാനായി ഗൈസ്. വയർ ഫുള്ളും നോർഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ വയർ ഓൾമോസ്റ്റ് നോറിയുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഇത്രയും കുടിച്ചിട്ടുണ്ടാവും, ഹാഫ് കുടിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഇവിടെ വെക്കും. ഫസ്റ്റ് പോയിട്ട് മഗ്രിബ് നിസ്കരിച്ചിട്ട് ഖത്ത പെൻഡിങ് ഉണ്ട്, അത് ഓതിയിട്ട് പിന്നെ വന്നിട്ട് ആറാമിൽ ഇരുന്നിട്ട് നല്ല കഴിക്കുന്നു. ഫിഷ് അതുവരെ സ്റ്റേ ട്യൂൺ ഗൈസ്. സോ നിങ്ങൾ എല്ലാവരും നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം, എനിക്കും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും. ഓക്കെ, ഞാനും എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഇൻക്ലൂഡ് ആക്കുന്ന അള്ളാഹു മാലിക് എല്ലാവരും ഖൈറിലാക്കട്ടെ. നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യണം. ഓക്കെ, സോ ഗൈസ് നിസ്കരിച്ചിട്ടും ദുആ ചെയ്തിട്ടും അൽഹംദുലില്ലാ എല്ലാം കഴിഞ്ഞ് ഫുൾ ടയേർഡായി ഗൈസ്. യു ക്യാൻ സീ ദ ടയർഡ്നെസ് ഇൻ മൈ ഫേസ്. സോ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ തന്നെ വൈൻഡപ്പ് ആക്കാൻ പോകുന്നത്. ബിക്കോസ് ഇനിയൊന്നുമില്ല, സ്പെഷ്യലായിട്ട് ചെയ്യാനൊന്നുമില്ല. നേരത്തെ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ കിച്ചൺ എങ്ങനെ ക്ലീൻ ആക്കാനുണ്ട്, അതിന് അതേപോലെ ഇനി എനിക്ക് കുറച്ച് കിച്ചൺ ക്ലീൻ ആക്കാനുണ്ട്. കിച്ചൺ ഫുൾ മെസ്സി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ അർജൻറ്റിൽ കുറച്ച് പാത്രം, എല്ലാവരെയും വീട്ടിൽ അങ്ങനെ തന്നെ ആസ് യൂഷ്വലി നമുക്ക് ലേറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു അർജൻറ്റിലെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. എല്ലാ നോമ്പ് തുറന്ന് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ ക്ലീൻ ആക്കുന്നതല്ലേ, അതേപോലെ എൻ്റെ വീട്ടിലും ഇപ്പം അതെല്ലാം ക്ലീൻ ആക്കണം, കിച്ചൺ ക്ലീൻ ആക്കണം. പിന്നെ എന്ത് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നീയത്ത് വെക്കണം നോമ്പിൻ്റെ. എന്നിട്ട് നൈഷ നിസ്കരെല്ലാം നിസ്കരിച്ച് ഇനി ഫാമിലിക്ക് വിളിച്ചിട്ട് എൻ്റെ ഉമ്മാക്ക് സിസ്റ്റർക്ക് ആർക്കെങ്കിൽ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കണം. ഓരെനിക്ക് വിളിക്കും, ഉമ്മ വിളിക്കും, അങ്ങനെ കുറേ നേരം സംസാരിക്കും. പിന്നെ ഞാൻ നല്ല ഉറക്കം ഇറങ്ങും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് നൽകിയെങ്കിൽ നമുക്ക് നാളെ ഇതേപോലെ ന്യൂ വ്ലോഗ് ത്രൂ കാണാം. ഓക്കെ, എൻ്റെ ഈ വീഡിയോ, ഇന്നത്തെ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് കീപ് സപ്പോർട്ടിങ് ഗൈസ്. എല്ലാവരും ദുആ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും. സോ എൻ്റെ പ്ലീസ് ന്യൂ ചാനലല്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ആക്കണം. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ആക്കണം. എനിക്ക് നല്ല വീഡിയോ ആക്കാൻ ഇപ്പോൾ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. സോ പ്ലീസ് നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ആക്കണം ഗൈസ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി ന്യൂ വ്ലോഗ് ത്രൂ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ലവ് യു ഓൾ.